ഞാൻ രാത്രി ഒരു ദിവസം രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലോട്ട് നടന്നു പോകുന്ന സമയത്ത് 10-12 മണിയായല്ലോ. ഇപ്പം ആ സമയത്ത് ബാക്കിൽ സൗണ്ട് കേൾക്കും. സൗണ്ട് കേട്ടപ്പോൾ നോക്കിയിട്ട് നായ കഴിക്കാൻ വേണ്ടി കുറച്ചോട് വരുന്നു. ഇയാൾ ചെയ്തു ഒരു കല്ലെടുത്ത് ഒറ്റ കയറുന്നു. അപ്പം ഞാൻ ഓടിപ്പോയി. ഞാൻ മനസ്സിലായി പോയല്ലോ. ഇനി വളരെ സമാധാനമായിട്ട് എൻ്റെ ഗേറ്റ് നടന്നു പോകുന്നത്. ഏകദേശം വീട് എത്താനായിട്ട് ഗേറ്റ് എത്താനായിട്ട് ബാക്കോട് നോക്കുമ്പോൾ ഭയങ്കര സൗണ്ട്. നേരത്തെ കേട്ട സൗണ്ടിനെക്കാളും വലിയ സൗണ്ട്. നോക്കുമ്പോൾ എന്താ അറിയോ, ഒരു 10-15 നായ. നേരത്തെ ഒന്നല്ലേ കല്ലെടുത്തത്, ഇപ്പൊ 15 നായ. ഇയാൾ ജീവനും കൊണ്ട് ഓടി വാഴ കഴിച്ചു. ഇയാൾ ആലോചിച്ചെന്തായിട്ടറിയോ, ഹലോ, ഈ രാത്രി 12 മണിക്ക് ഒരു നായ്ക്ക് 15 നായനെ കിട്ടുമെങ്കിൽ എനിക്ക് ഇത് ആ കഥ കേട്ടതിന് ശേഷം പിന്നെ ആളെ കിട്ടുമോ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് മേലാളികൾ ആ കാര്യം പറയാൻ പഠിക്കാൻ ആവശ്യം. ഹലോ, നമ്മുടെ വീട്ടിൽ കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ എത്ര കത്തടിക്കും? ഹലോ, നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കാനുള്ള എത്ര കത്തടിക്കും? ഒരു കല്യാണം വീട്ടിൽ കൂടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ 1000 കത്തടിക്കാത്ത ആരെങ്കിലും ഫോണുണ്ടോ? ഇല്ലല്ലേ? ഉണ്ടോ? ഇല്ല. നമുക്ക് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എത്ര പേര് മതി? ഹലോ, നേരാൻ വന്നോ അല്ലേ? നല്ല ആഗ്രഹം, നല്ല സ്വപ്നം, 2 എണ്ണം മതി ഈ ബിസിനസ്സിൽ. 2 പുലിയെ കിട്ടിയാൽ പോകുന്നു. ശരിയല്ലേ? 2 പുലിയിൽ വന്നാൽ ഞാൻ രക്ഷപ്പെടുന്നു. ശരിയാണ്. ഒരു ദിവസം കാപ്പിയുടെ അച്ഛനും മോനോട് നടന്നു പോകുന്ന സമയത്ത് ഒച്ച കേട്ടപ്പോ മോൻ ചോദിക്കുക, അച്ഛാ ഇതെന്താ സംഭവം? അവിടെ പുലിന്റെ സൗണ്ടാ. അവിടെ ഇടവഴിക്കൂടിയല്ലേ പോകുന്നത്. ആ ഇടവഴിക്കൂടിയെ പോകുന്നത്. മുന്നിൽ പുലി വന്നാൽ എന്ത് ചെയ്യും? മുന്നിൽ പുലി തിരിഞ്ഞോളൂ. അപ്പൊ പുലി വെക്കാണ് എന്നെ ബാക്കിൽ പുലി എന്ത് ചെയ്യും? ബാക്ക് പുലി ഒന്നും ചെയ്യണ്ട, ബാക്കി പുലി ചെയ്തോളും. ഇതേമാതിരി നമ്മുടെ ബ്രാഞ്ച് 1 നമ്മുടെ ബ്രാഞ്ച് 2 ഓരോ പുലി വന്നാൽ പോലെ കുറെ ആളുകളെ കൊണ്ടുവന്നു. അതിന്റെ കുറച്ച് പുലികൾ വന്നുപോയി. അത് എന്റെ കുറ്റാണോ? ഇല്ല. ഈ ബിസിനസിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ആളുകളെ ദൈവം നമുക്ക് കൊടുത്തു. പക്ഷെ കുറച്ച് പരീക്ഷകളുണ്ടാവും. കുറച്ച് പരീക്ഷ നിങ്ങൾ പാസ്സാവേണ്ടി വരും. നിങ്ങൾ ഈ ആഴ്ച വന്ന് അടുത്ത ആഴ്ച തന്നെ പുലിയെ കൊണ്ട് തരില്ല. അങ്ങനെ തന്നെ എന്താ കുഴപ്പം? നമുക്ക് ഭയങ്കര അഹങ്കാരായി. ശരിയാണോ? നമ്മൾ 10 ആളെ കണ്ട് 10 ആള് നോ 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 എന്ന് പറയണം. എന്നിട്ട് 11ാം താഴത്ത് പോകാൻ നിങ്ങൾക്ക് പറ്റുമോ? അവർക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ചോദിക്കുന്നു. കണ്ണൂർ വന്നിട്ട് അങ്ങനെ ചോദിക്കുന്നു അല്ലേ? നമുക്കൊരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു അല്ലെ? കുട്ടികളാ സ്വാഭാവികമായിട്ട് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ?